നമ്മുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ലീലയിലോട്ടാണ് ഫസ്റ്റ് പോയത്. വെഡ്ഡിങ് നൈറ്റ് അവിടെയായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇനി ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ അല്ലേ നിൽക്കുന്നത്, ഞാൻ അവരെ ഒന്നും ഇനി കാണൂലേ, എന്താ ഇപ്പോൾ സംഭവിച്ചത്, നമ്മൾ കെട്ടിയല്ലേ, അയ്യോ എനിക്ക് അവരെയൊക്കെ മിസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും ഫ്ലാറ്റിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, ഭയങ്കര സൈലന്റ് അല്ലേ ഇവിടെ, എൻ്റെ വീട്ടിലെ സൗണ്ടൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു, എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വീട്ടിൽ പോയിരുന്നപ്പോഴാണ് ഞാൻ ഒന്ന് നോർമലായ, എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ച് നോർമലായി. കാരണം അശ്വിൻ്റെ വീട്ടിൽ ഇപ്പോൾ അശ്വിൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ച് പോയിട്ട് പിന്നെ അശ്വിനും അശ്വിൻ്റെ അച്ഛനമ്മയും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു ബഹളം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ അമ്മയ്ക്ക് ബിസിനസ് ഉണ്ട്, അച്ഛൻ്റെ കാര്യം, അശ്വിൻ്റെ അശ്വിൻ ഫുൾ ടൈം ലാപ്ടോപ്പിലാണ്. അപ്പോൾ അശ്വിൻ ആ ഒരു ലൈഫാണ് ഉള്ളത്. എനിക്കെന്ന് പറയുമ്പോൾ ഫുൾ ടൈം വ്ളോഗ് എടുത്തിങ്ങനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയി അശ്വിനും ഞാനും കൂടെ. അപ്പോൾ എനിക്ക് അതൊക്കെ ഞാൻ അശ്വിൻ്റെ മുമ്പിൽ വെച്ച് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് പലതും. ഇങ്ങനെ കരഞ്ഞോ എനിക്ക് അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെയൊക്കെ ഞാൻ പറയും. പക്ഷെ അല്ലാതെ ഞാൻ ഇവരുടെ മുമ്പിൽ അങ്ങനെ